ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി വേൾഡ് വ്ളോഗ്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് കാരക്കലിലേക്ക് പോകുന്ന എറണാകുളം കാരക്കൽ എക്സ്പ്രസിൽ വേളാങ്കണ്ണിയിലേക്കുള്ള യാത്രയാണ് ഈ വ്ളോഗിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ചാലക്കുടിയിൽ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. ചാലക്കുടിയിലെ റൈറ്റ് ടൈം എന്ന് പറയുന്നത് 11:30 ഏതാണ്ട് ഒരു 11:20 കൂടി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തി. ട്രെയിൻ ഏതാണ്ട് ഒരു 11:45 കൂടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു. നമ്മൾ ട്രെയിനിൽ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് സ്ലീപ്പർ ക്ലാസ്സിലാണ്. കോച്ച് വന്നിരിക്കുന്നത് S3 ആണ്. അപ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് കയറി ടിക്കറ്റിലെ നമ്പർ നോക്കിയിട്ട് നമ്മുടെ സീറ്റ് കണ്ടുപിടിച്ചു. അങ്ങനെ ട്രെയിൻ മെല്ലെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എടുത്തു. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ട്രെയിൻ അങ്ങനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്രധാന സ്റ്റേഷൻ എന്ന് പറയുന്നത് പാലക്കാടാണ്. ട്രെയിൻ അങ്ങനെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പൊ എന്തെങ്കിലും സ്നാക്സ് മേടിക്കാന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പക്ഷെ അടുത്ത് കടകളൊന്നും കണ്ടില്ല. 1-2 ബോഗിയുടെ അപ്പുറത്തായിരുന്നു കടകൾ കണ്ടത്. അപ്പൊ അവിടെ പോയി ഒരു പാക്കറ്റ് കപ്പ പുറത്ത് വാങ്ങി തിരിച്ച് ഞാൻ വന്നു. ട്രെയിനിൽ കയറിയതും അപ്പൊ തന്നെ ട്രെയിൻ എടുത്തു. അങ്ങനെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും നമ്മുടെ യാത്ര തുടരാണ്. ട്രെയിൻ അങ്ങനെ ഈറോഡെത്തി കഴിഞ്ഞപ്പോൾ ഒരു ചായ പിടിക്കാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അങ്ങനെ ഒരു ചായ മേടിച്ച് തിരിച്ച് ട്രെയിനിലേക്ക് കയറി ട്രെയിൻ എടുത്തു. അങ്ങനെ നമ്മൾ ഈറോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. ട്രെയിൻ അങ്ങനെ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ നേരം വെളുത്തു. സമയം ഇപ്പോൾ 8:15. അവിടെ പുറത്തിറങ്ങി കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കാരണം കുറച്ചു നേരം ട്രെയിൻ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രെയിൻ എടുക്കാൻ പോകുന്ന സമയം എന്ന് മനസ്സിലായപ്പോൾ തിരിച്ച് ട്രെയിനിൽ കയറി. ട്രെയിൻ അങ്ങനെ തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എടുത്തു. അങ്ങനെ പോകുന്ന സമയത്ത് കണ്ട ഒരു കാഴ്ചയാണ് ട്രെയിൻ ഓടിത്തുടങ്ങിയതിനു ശേഷം ഒരാൾ ചാടി ട്രെയിനിൽ കയറുന്നത്. വളരെ അപകടം പിടിച്ച ഒരു പരിപാടിയാണ്. ഒരു കാരണവശാലും ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുന്നോട്ടേക്ക് യാത്ര തുടരാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ടിക്കറ്റിന്റെ ഒപ്പം തന്നെ നമ്മൾ ആധാർ കാർഡോ ഐഡന്റിറ്റി കാർഡോ തീർച്ചയായിട്ടും എടുത്തിരിക്കണം. കാരണം ട്രെയിനിൽ TTR ടിക്കറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മളാണെന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ID കാർഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ID കാർഡ് എടുക്കാൻ മറക്കരുത്. ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പോണ സമയത്ത് കണ്ടതാണ് വലിയൊരു പുഴയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിൽ വെള്ളം കാര്യങ്ങളൊന്നും കാണാനില്ല, വരണ്ട് കിടക്കാണ്. ഇവിടെ പൊതുവെ വെള്ളത്തിന്റെ സാന്നിധ്യം വളരെ കുറവാണെന്ന് തോന്നുന്നത്. കാരണം അത് നമുക്ക് ഈ കാഴ്ചകളിൽ തന്നെ മനസ്സിലാവും. അവിടെ ഇവിടെയും ഉണങ്ങാറായിട്ട് നിൽക്കുന്ന മരങ്ങളും ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഇവിടത്തെ പോലെ വലിയ പച്ചപ്പും കാര്യങ്ങളൊന്നുമില്ല. ഒരു കാഴ്ച തന്നെ ഒരു മൊത്തത്തിലൊരു ഉണങ്ങി നിൽക്കുന്ന ഒരു പാടവും അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു കാഴ്ചയാണ് നമുക്ക് വിഷ്വലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞതോടുകൂടി പെട്ടെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാഴ്ചകളുടെ സ്വഭാവം തന്നെ മൊത്തത്തിൽ മാറി. നേരത്തെ പറഞ്ഞ പോലെ വരണ്ട് വലിയ പച്ചപ്പില്ലാതിരുന്ന ആ ഭൂപ്രകൃതി മൊത്തത്തിൽ മാറി. ഇപ്പൊ നമ്മുടെ മുന്നിൽ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ശരിക്കും കേരളമാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അത്രയും പച്ചപ്പും വെള്ളവും കൃഷിയും ഒക്കെ ചെയ്തു നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ കടന്നതിന് ശേഷം ഈ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷന്
കഴിഞ്ഞപ്പോൾ വന്ന കാഴ്ചകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചകളാണ്. ട്രെയിൻ അങ്ങനെ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ട്രെയിനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. ട്രെയിൻ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ 11 മണിക്കാണ് എത്തിച്ചേർന്നത്. നമ്മൾ ഈ നാഗപട്ടണത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേളാങ്കണ്ണിയിലേക്ക് പോകാനായിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വേളാങ്കണ്ണിക്ക് ബസ്സിനോ അല്ലെങ്കിൽ ഓട്ടോയ്ക്കോ പോകാൻ സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കാരക്കൽ എക്സ്പ്രസ് ഇവിടെ പോയതിന് ശേഷം 10 മിനിറ്റിനുള്ളിൽ വേളാങ്കണ്ണിയിലേക്കുള്ള മെമു ട്രെയിൻ വരും. അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള മെമു ട്രെയിനിൽ പോകാനാണെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ആ യാത്ര എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ബസ്സിൽ പോകുന്നതിനേക്കാളും കൂടുതൽ മനോഹരമായിട്ടുള്ള യാത്ര ഈ ട്രെയിനിലായിരിക്കും. കാരണം ഉപ്പുപാടങ്ങളുടെ നടുവിലൂടെയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ നമുക്കത് കാണാനും കാഴ്ചകൾ കാണാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു യാത്രയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ട്രെയിൻ യാത്രയാണ്. അപ്പോൾ ആ മെമു ട്രെയിന് ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് വരണം. കാരണം 10 മിനിറ്റിനുള്ളിൽ 11:11 അതിൻ്റെ റൈറ്റ് ടൈം. നമ്മളിപ്പോൾ 11 മണിക്കാണ് നാഗപട്ടണത്ത് ട്രെയിൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ 10 മിനിറ്റിനുള്ളിൽ ടിക്കറ്റ് എടുത്ത് നമ്മൾ പ്ലാറ്റ്ഫോമിൽ വരണം. നമ്മൾ ട്രെയിൻ ഇറങ്ങിയ അതേ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് ഈ മെമു ട്രെയിൻ വരുന്നത്. അപ്പോൾ ആ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ആ തിരക്കാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന പാസഞ്ചർ നമ്മുടെ പ്ലാറ്റ്ഫോമിലെത്തി. നമ്മളിപ്പോൾ ട്രെയിനിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. അങ്ങനെ ട്രെയിനിൻ്റെ അകത്ത് കയറി നമ്മൾ ഒരു സൈഡ് സീറ്റിലായിട്ട് പോയി നമ്മളിരുന്നു. നമ്മുടെ ഈ ട്രെയിനിൽ ഒരാൾക്ക് നാഗപട്ടണത്ത് നിന്നും വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 10 രൂപയാണ്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ടിക്കറ്റിൽ 40 രൂപ കാണുന്നത്. ഒരാൾക്ക് നാഗപട്ടണത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകാൻ വെറും 10 രൂപയെ ചിലവാകുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പോകുന്ന യാത്രയിലുള്ള കാഴ്ചകളാണ്. ഉപ്പുപാടങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 വശങ്ങളിലും ഉപ്പുപാടത്തിന്റെ നടുവിലുള്ള ട്രാക്കിലൂടെയാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത്. ട്രെയിൻ അങ്ങനെ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ 11:45 കൂടി എത്തിച്ചേർന്നു. നമ്മളങ്ങനെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഒരുപാട് ഓട്ടോക്കാർ വന്നു. നമ്മളെ എവിടെ വേണോ കൊണ്ടുവന്നാക്കാം, നമുക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അതെല്ലാം അവരവരുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നതാണ് ഉചിതം. അങ്ങനെ ചാലക്കുടിയിൽ നിന്ന് ആരംഭിച്ച് വേളാങ്കണ്ണിയിലേക്കുള്ള ട്രെയിൻ യാത്ര ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും സൈനിങ് ഓഫ്. ഹാപ്പി വേൾഡ് വ്ളോഗ്സ്.